സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക വരുണിനെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കുവാണ്. നിലവറയുടെ ഭാഗത്തേക്കും രാധിക എത്തുവാണ് കേട്ടോ. അന്നേരം നിലവറയുടെ വാതിലിൻ്റെ പടിയിൽ നിന്നും രാധികക്ക് ആ ഒരു മുല്ലപ്പൂ കിട്ടുവാണ്. ആ മുല്ലപ്പൂ തൻ്റെ തലയിൽ നിന്നും വരണെടുത്ത കാര്യവും അതും പിടിച്ച് വരൺ നടന്ന കാര്യമൊക്കെ രാധിക ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികക്ക് വരൺ നിലവറേൻ്റെ ഉള്ളിൽ പെട്ടുപോയോ എന്നൊരു സംശയം തോന്നുവാണ്. രാധിക അങ്ങനെ നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുക. ഭഗവാനെ, എൻ്റെ കഴുത്തിൽ താലികെട്ടി ആളുടെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതെൻ്റെ ധർമ്മമാണ്. രക്ഷിക്കണേ, കൂടെ ഉണ്ടാവണേ നീ. അങ്ങനെ പറഞ്ഞ് രാധിക നേരെ പരമേശ്വരൻ്റെ, മുത്തശ്ശിയുടെ, പത്മിനിയുടെ അവരെല്ലാവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. അവരെല്ലാവരും വരനെ കാണാനില്ല എന്നുള്ള വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനായിട്ട് പുറപ്പെടാൻ നിൽക്കുമായിരിക്കും. അന്നേരം രാധിക അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് പറയണേ, അച്ഛ, അമ്മേ, വരൻ ഇവിടുന്ന് ഒരിടത്തും പോകാനുള്ള സാധ്യതയില്ല. എനിക്കൊരു സംശയമുണ്ട്, വരണ നിലവറൻ്റെ ഉള്ളിൽ പെട്ടുപോയോന്ന്. നമുക്ക് അവിടെ കൂടി ഒന്ന് നോക്കാമേ. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, കുട്ടി എന്തൊക്കെയായി പറയുന്നത്? വെറുതെ സമയം കളയല്ലേ. നഷ്ടപ്പെടുത്തുന്ന ഓരോ സമയവും വരണിൻ്റെ ജീവന അപകടത്തിലാകാൻ പോകുന്നത്. ഏട്ടാ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അന്നേരം മുത്തശ്ശി പറയണേ, ഇല്ല രാധിക മോള് ഇങ്ങനൊരു സംശയം പറയുമ്പോൾ അതുകൂടി നോക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. മോള് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. നമുക്കിതാണെങ്കിലും ആ തിരുമേനിനെയും കൂടി ഒന്ന് വിളിക്കാം. അങ്ങനെ അവർ തിരുമേനിനെയും കൂടി വിളിക്കുവാണ്. അങ്ങനെ തിരുമേനിയോടും ഈ കാര്യമൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി നിലവറയുടെ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനും കൽപ്പനയും ഗൗതമും ഉർവശിയും കൂടി അവിടെ നിന്ന് സംസാരിക്കുവാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, നിലവറേൻ്റെ അകത്തേക്ക് ആർക്കും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. അതിന് നമ്മളെ സമ്മതിക്കരുത്. നിർബന്ധമാണെങ്കിൽ ഫയർഫോക്സിനെയോ മറ്റോ വിളിക്കട്ടെ. അത് അവരുപയോഗിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കട്ടെ. അങ്ങനെ അവരെത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചാകേണ്ടവൻ ചത്തോളും. പിന്നെ അവർക്കെല്ലാവർക്കും കൂടി അവൻ്റെ ഡെഡ് ബോഡി അങ്ങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ സന്തോഷത്തോടെ നിൽക്കുവാണ് അവരെല്ലാവരും. പിന്നീട് കാണിക്കുന്നത് രാധിക അവരെല്ലാവരെയും കൂട്ടി നിലവറയുടെ ഭാഗത്തെത്തുവാണ്. അങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അടിയിലേക്ക് പോകാനുള്ള വാതിലുണ്ടല്ലോ, അതും തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് രാധിക തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളാന്ന് പറയുവാണ്. ഈ സമയം അവിടുത്തെ തിരുമേനി അപകടം പിടിച്ച കാര്യമാണ്, കുട്ടി അത് ഒറ്റയ്ക്ക് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാധിക അതൊന്നും കേൾക്കുന്നില്ല. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ രാധിക ഫോണിൽ ടോർച്ച് കത്തിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി പോകുവാണ് കേട്ടോ. ഈ സമയം വരണാണെങ്കിൽ അവിടെ ബോധമില്ലാതെ കിടക്കുവാണ്. ഈ സമയം മുകളിൽ നിൽക്കുന്ന മുത്തശ്ശനും അമ്മയും അച്ഛനും എല്ലാവരും ടെൻഷനോട് കൂടി ചുറ്റും കൂടി നിൽക്കുവാണ്. ആർക്കും ഒരാപത്തും വരത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് മുത്തശ്ശിയും പത്മിനിയും ഒക്കെ. അങ്ങനെ രാധിക അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വരനെ കണ്ടെത്തുകയും വരൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്ലാനും ചീറ്റിയതിൻ്റെ ദേഷ്യത്തിൽ സങ്കടത്തിലും നിൽക്കുവാണ് ചന്ദ്രശേഖരനും കൽപ്പനയും ഗൗതമും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഐശ്വര്യ മാലതിയും കൂടി മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. അന്നേരം ഐശ്വര്യ മാലതിയോട് പറയണേ, മ്യൂസിക് സ്കൂളിൽ നമ്മളറിയാതെ എന്തെങ്കിലും ഒളിച്ചുകളി നടക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ പറഞ്ഞ് മ്യൂസിക് സ്കൂളിലേക്ക് പുറപ്പെടുവാണ് ഐശ്വര്യ മാലതിയും. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലെ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ്. രാധികയുടെ അരികിൽ തന്നെ പർദ്ദയിട്ട് ശ്യാമയും ഇരിക്കുന്നുണ്ടാകട്ടോ. ഈ സമയത്താണ് ഐശ്വര്യ മാലതിയും അവിടെ എത്തുന്നത്. അങ്ങനെ അവർ രണ്ടാളും അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്നായിരിക്കും അകത്തു നിന്ന് പാട്ടിൻ്റെ ഒച്ച കേൾക്കുന്നത്. അങ്ങനെ ഐശ്വര്യ വേഗം തന്നെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഐശ്വര്യ രാധികയെ കണ്ടുമുട്ടുമോ? രാധികയുടെ സത്യങ്ങളെല്ലാം ഐശ്വര്യ തിരിച്ചറിയുമോ? അതൊക്കെ അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്